24 ബ്രേക്കിംഗ്. സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ 65,000 കിലോ റേഷനരി കാണാതായ സംഭവത്തിൽ തുടരന്വേഷണത്തിന് ഉത്തരവിട്ട് ഇടുക്കി ജില്ലാ കലക്ടർ. ഒരു മാസമായി ഇടമലക്കുടിയിൽ റേഷനരി ലഭിച്ചിട്ടില്ല എന്ന പരാതിയിലാണ് ഈ അന്വേഷണം നടന്നിരിക്കുന്നത്. ഏക റേഷൻ കടയിലെ അരി ഇതാണ് ഇടമലക്കുടിയുടെ അവസ്ഥ. പല ആൾക്കാരും അരിക്ക് വേണ്ടി കിലോമീറ്ററോളം നടന്നു വന്ന് ഇവിടെ വന്ന് 2-3 പ്രാവശ്യം വന്നു പോയിട്ടും ഇതുവരെ അരി കിട്ടാത്തവരുണ്ട്. അപ്പൊ ഒരു ദയനീയ അവസ്ഥയാണ് ഇടമലക്കുടിയിൽ നടക്കുന്നത്. ഈ വേനൽക്കാലത്ത് പോലും ഇവിടെ അരി കിട്ടാത്തൊരു അവസ്ഥയാണ് ആൾക്കാർക്ക്. ഈ പഞ്ചായത്ത് ഭരിക്കുന്നതും LDF ആണ്, ഈ സൊസൈറ്റി ഭരണവും LDF ആണ്. സൊസൈറ്റിയുടെ പ്രസിഡന്റും ഇത് തിരിഞ്ഞു നോക്കുന്നില്ല, പഞ്ചായത്തിന്റെ പ്രസിഡന്റും ഇത് തിരിഞ്ഞു നോക്കുന്നില്ല. ഇത് ശക്തമായിട്ടുള്ള നടപടി എടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സിവിൽ സപ്ലൈസ് വകുപ്പും സഹകരണ വകുപ്പ് രജിസ്ട്രാറുമാണ് അന്വേഷണം നടത്തുക. കുറ്റം തെളിഞ്ഞാൽ വിതരണക്കാർക്കെതിരെ ക്രിമിനൽ നടപടി ഉണ്ടാകുമെന്ന് ദേവികുളം സബ് കളക്ടർ VM ആര്യ പറഞ്ഞു. ഇത് സംബന്ധിച്ച് അവരുടെ സപ്ലൈ ഡിപ്പാർട്ട്മെന്റിന്റെ അന്വേഷണം നടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് അതിന്റെ വിതരണം ഏറ്റെടുത്തിരുന്നത്. സോ ജോയിന്റ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസും അതിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അത് മുമ്പും ഉണ്ടായിട്ടുണ്ട്. അതിലൊരു ഓഡിറ്റ് പരാമർശമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോഴത്തെ വിഷയത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം 2 ഡിപ്പാർട്ട്മെന്റും നടത്തുന്നുണ്ട്. ഒരു വ്യക്തി ആണ് അല്ലെങ്കിൽ ഒരു സംഘടനയാണ് അതിന്റെ പിന്നിലെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യുക. അതോടൊപ്പം ഗവൺമെന്റിന് ലയബിലിറ്റി ഉണ്ടാക്കിയ സാഹചര്യത്തിൽ അതിനുള്ള ആക്ഷൻസ് നമ്മൾ എടുക്കാം. അതിന് എപ്പോഴും നമുക്ക് ആ കണ്ടെത്തലുകളുടെ ബേസിസിൽ മാത്രമായിരിക്കും തീരുമാനം എടുക്കാൻ പറ്റുക. രാഹുൽ വിജയനുണ്ട് വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, ഈ ഇടമലക്കുടിയിലെ ഈ അരിക്കൊള്ളയ്ക്ക് പിന്നിൽ ആരാണ് എന്ന കാര്യത്തിൽ എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണല്ലോ, എന്താണ് വിവരങ്ങൾ? അവിടുത്തെ നാട്ടുകാരുടെ പരാതി അനുസരിച്ച് ഈ ദേവികുളം ഗിരിജൻ സൊസൈറ്റിയും അതുപോലെ തന്നെ സിവിൽ സപ്ലൈസ് വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരും ചേർന്നാണ് ഈ ക്രമക്കേട് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ആദിവാസികൾ പ്രധാനമായും മുന്നോട്ട് വെച്ചിരിക്കുന്ന പരാതി. കഴിഞ്ഞ 1 മാസമായിട്ട് അവർക്ക് റേഷനറി ലഭിക്കുന്നില്ലായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.